പഠിതാക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പൊയ്കയിൽ കുമാരഗുരുവിൻ്റെ കാണുന്നുള്ളൊരക്ഷരവും എന്ന പാട്ടാണ്. മലയാള ദളിത് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിലൊരാളാണ് പൊയ്കയിൽ കുമാരഗുരു. അതിനു മുമ്പ് ആദ്യമായി എന്താണ് ദളിത് സാഹിത്യം എന്ന് പറയാം. ആരാണ് ദളിത് എന്ന് കൂടി പറയാം. ഇന്ത്യയിലെ സവിശേഷമായ സാമൂഹിക സാഹചര്യം നേരിടുന്ന ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ദളിത് എന്ന് പറയുന്നത്. ആദ്യകാലത്ത് അസ്പൃശ്യരെന്നും അധംകൃതരെന്നും അതുപോലെ ഹരിജനങ്ങളെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന ഈ ഒരു ജനവിഭാഗം 1970 കൂടിയിട്ടാണ് ദളിത് എന്ന ഒരു സ്വത്വപദത്തിൽ ഉറച്ചു നിന്നത്. ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നല്ല പിറകിലോട്ട് തള്ളിമാറ്റപ്പെട്ട, മുഖ്യധാരാ സമൂഹത്തിൻ്റെ ഭാഗമാക്കാതെ ഇരുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ദളിത് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിരിക്കും, പലതരം മനുഷ്യന്മാർ വിദ്യാഭ്യാസം നേടുന്നതിന് പിന്നോക്കം നിൽക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നതിന് പിന്നോക്കം നിൽക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നതിന് പിന്നോക്കം നിൽക്കുന്നു, പൊതുവഴിയിൽ നടക്കുന്നതിന് പിന്നോക്കം നിൽക്കുന്നു. ഈ വരുന്ന മനുഷ്യന്മാരൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. കേരളത്തിലെ നവോത്ഥാന പരിശ്രമങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും പൊയ്കയിൽ കുമാരഗുരുവും ഒക്കെ അടങ്ങുന്ന വലിയൊരു കൂട്ടം നവോത്ഥാന നായകന്മാരും, ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാ ഫുലെയും അംബേദ്കറും ഒക്കെ ഗാന്ധിജിയും ഒക്കെ ചെയ്തത് ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റു മനുഷ്യർക്ക് ലഭിക്കുന്ന അതേ പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയെന്ന് കാണാൻ പറ്റും. കാലാകാലങ്ങളായിട്ട് സമൂഹത്തിൽ നിന്ന് അടിച്ചമർത്തൽ നേരിടേണ്ടി വരുന്ന ഈ ഒരു ജനവിഭാഗത്തെക്കുറിച്ച് യാതൊരുവിധ ചരിത്രമോ സാഹിത്യമോ എവിടെയും അടയാളപ്പെടുത്തിയിരുന്നില്ല. മിക്കപ്പോഴും സാഹിത്യം എന്ന് പറയുന്നത് മുഖ്യധാരയിൽപ്പെട്ട സവർണ മനുഷ്യൻ്റെ കഥകളും കവിതകളും മാത്രമായിരുന്നു. മലയാള സാഹിത്യത്തെ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് രാമചരിതമാണ്. ശ്രീരാമൻ എഴുതിയ രാമചരിതമായി കഴിഞ്ഞാലും പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാ കൃതികളും ഇതിഹാസങ്ങളെ വെച്ചുകൊണ്ടും പുരാണങ്ങളെ വെച്ചുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് 13-14 നൂറ്റാണ്ടുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന മണിപ്രവാള കൃതികൾ മൊത്തം സവർണ സ്ത്രീകളെ വെച്ചുകൊണ്ട് അവരെ സംഭോഗ രീതിയിൽ വർണ്ണിക്കുന്ന കൃതികളായിരുന്നു. മുത്തശ്ശി പേരമകൾക്ക് വേശ്യാവൃത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് അത്രത്തോളം അശ്ലീലമായ രീതിയിലുള്ള കാവ്യങ്ങൾ, വൈശിക തന്ത്രം പോലെ കാവ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഏതൊരു കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ 1800 വരെ നോക്കിയ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് യാതൊരുവിധ സാഹിത്യ രചനകളും ഉണ്ടായിട്ടില്ല. അതിനുശേഷം വരുന്ന, പ്രത്യേകിച്ച് 1870 ശേഷം വരുന്ന 2 നോവലുകൾ, അത് രണ്ടും വിവർത്തനമാണ്. ബംഗാളിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ട ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, ഘാതകവധം, ഈ 2 നോവലുകൾ, ഇതിനകത്ത് ദളിത് പ്രമേയമുണ്ട്. അതിനുശേഷം മലയാളത്തിൽ രൂപപ്പെട്ടു വന്ന, അതേ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ രൂപപ്പെട്ടു വന്ന സുകുമാരി, ജോസഫ് മൂഴിയിലിൻ്റെ സുകുമാരി, പോത്തേരി കുഞ്ഞോമിൻ്റെ സരസ്വതി വിജയം, ഈ 2 നോവലുകൾ ദളിത് പ്രമേയങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ദളിത് കുടുംബത്തിൽപ്പെട്ടവർ മതപരിവർത്തനത്തിന് വിധേയമാവുകയും അതിനെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളായിരുന്നു ആ നോവലുകൾ കണ്ടത്. പക്ഷേ ഈ നോവലുകൾക്ക് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമോ, അതല്ല സി വിയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ മുതലായ നോവലുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമോ അന്നത്തെ സാഹിത്യ മണ്ഡലം കൊടുത്തില്ല. മാത്രമല്ല, കഥയിലാണെങ്കിൽ TKC വടുതലയുടെ അച്ചായിഞ്ച വിഞ്ഞിഞ്ഞ മുതലായ കഥകൾ, ചങ്കരാന്തിയട പോലെ കഥകൾ ഉണ്ടായിരുന്നു. KPSC വടുതലയുടെ ചങ്കരാന്തിയട പോലെ കഥകൾ. പക്ഷേ ഇത്തരം കഥകൾക്കും, ഇതും ദളിത് പ്രമേയമായിരുന്നു, ഇത്തരം കഥകൾക്ക് പ്രാധാന്യം നൽകിയില്ല. പക്ഷെ ആദ്യകാലത്തുള്ള ദളിത് കൃതികളുടെ ഒരു പ്രാധാന്യം പരിശോധിക്കുകയാണെങ്കിൽ
ഈ കൃതികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അത് മിക്കപ്പോഴും ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ദളിതരെ കാണിച്ചു, പുലയനെയും പറയനെയും കാണിച്ചുകൊണ്ടാണ് ഈ കൃതികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് അത്ഭുതം എന്ന് തോന്നാം. പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശം ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നിഷേധിച്ചൊരു സമയത്ത്, മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ അവസരം നിഷേധിച്ച സമയത്ത്, ക്രൈസ്തവ മതത്തിലേക്ക് പോയി കഴിഞ്ഞാലോ പൊതുവഴിയിൽ നടക്കാൻ പറ്റും, മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ പറ്റും, ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുമെന്നത് കൊണ്ടാണ് അവർ പോയത്. പക്ഷെ അവിടെ പോയതിന് ശേഷമാണ്, മതപരിവർത്തനം നടത്തിയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് പൊതുവഴിയിൽ നടക്കാം, മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാം, പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും ഹിന്ദു സമുദായത്തിൽ ഈ പറഞ്ഞ ഇവർ ജീവിച്ചിരുന്ന സമുദായത്തിൽപ്പെട്ടവരും ഈ ദളിത് മനുഷ്യരെ കാണുന്നത് പഴയ രീതിക്ക് തന്നെയാണ്. ഉടുപ്പ് മാറിയതുപോലെയാണ്. ഇത് മതം മാറുക എന്നൊന്നും ഉടുപ്പ് മാറിയതുപോലെയാണ്. അപ്പം അത്തരത്തിൽ ജാതീയമായിട്ട് ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി നിന്ന കാലത്ത് ആണ് ആ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മൂലം ക്രിസ്തു മതം അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അവിടെയും നില ഭിന്നമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ക്രിസ്തീയ മതത്തിൽ നിന്ന് പിന്മാറുകയും ഹിന്ദുവും ക്രിസ്ത്യാനിയും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന മറ്റൊരിടം നിർമ്മിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അധസ്ഥിതർ എന്ന് പറയുന്നത് ദളിത് മനുഷ്യരെയാണ്. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീമൂല പ്രജാസഭയിലേക്ക് പൊയ്കയിൽ അപ്പച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാർ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള മഹാത്മാ ഫൂലെ 1873കളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അയ്യങ്കാളി പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വലിയ പരിശ്രമങ്ങൾ വില്ലുവണ്ടി സമരമായി കഴിഞ്ഞാലും കല്ലുമാല സമരമായി കഴിഞ്ഞാലും ഇത്തരം സമരങ്ങളൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ചാനാർ ലഹളയായി കഴിഞ്ഞാലും മാർമറക്കൽ സത്യാഗ്രഹമായി കഴിഞ്ഞാലും എല്ലാം, അയിത്തോ ചടനായി കഴിഞ്ഞാലും പന്തി ഭോജനമായി കഴിഞ്ഞാലും മിശ്ര ഭോജനമായി കഴിഞ്ഞാലും ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ദളിത് സാഹിത്യം എന്നൊരു സാഹിത്യ മേഖല പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് 1970കൾക്ക് ശേഷമാണ്. ഒരു കൂട്ടം പുതിയ അധ്യാപകരും വിദ്യാർത്ഥികളും അതുവരെ കാണാത്ത അനുഭവ പരിസരങ്ങളുമായിട്ട് ഇന്ത്യൻ ക്യാമ്പസുകളിലേക്ക് കടന്നു വന്നു. അവർ അവരുടെ കഥകൾ പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര സാഹിത്യത്തിൽ കുറച്ചധികം എഴുത്തുകാരുണ്ടായി. ശ്രാവൺ ബൽഗോളെ മുതലായിട്ടുള്ള എഴുത്തുകാരുണ്ടായി. നിങ്ങൾ അക്കർമാഷി എന്ന് കേട്ടിട്ടുണ്ടാവും. അക്കർമാഷി എന്ന നോവൽ, അതുപോലെ ലക്ഷ്മൺ ഗെഗ്വാദ്, കാഞ്ചായിലയ്യ, തമിഴരങ്ങ് പാമ, ജയമോഹൻ അത്രത്തോളം ഉണ്ടെന്ന് പറയാനില്ല, പാമ ഉണ്ട്. മലയാളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ എസ് ജോസഫ്, എം.ആർ. രേണുകുമാർ, മനോജ് കൂരൂർ, OK സന്തോഷ് മുതലായ സാഹിത്യകാരന്മാർ. അപ്പോൾ ഇവരെല്ലാം തന്നെ ദളിത് സാഹിത്യത്തെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ അതിൽ KK കൊച്ചുകമ്പനി, പ്രൊഫസർ M കുഞ്ഞാമൻ മുതലായ ആൾക്കാരെ കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും ദളിത് ജനതയുടെ കർത്തൃത്വ പദവിയിലൂടെ നിർമ്മിതമായ ഒരു സാഹിത്യത്തെ രൂപപ്പെടുത്തി. അതിനെയാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. അത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്ന് കേരളത്തിൽ വ്യാപകമായെന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആത്മകഥാഖ്യാനങ്ങളിലൂടെയാണ് ദളിത് സാഹിത്യം സവിശേഷമായിട്ടൊരു പഠന മേഖലയിൽ വികസിക്കുന്നത്. കാരണം എഴുത്ത് അവർക്ക് അത്രത്തോളം വശമുണ്ടായിരുന്നില്ല ദളിത് വിഭാഗത്തിലുള്ള മനുഷ്യർക്ക്. അപ്പം നാടൻ പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, വാമൊഴി കഥകളുമായിരുന്നു ദളിത് സാഹിത്യത്തിൻ്റെ ആദ്യകാല മാതൃകകൾ എന്ന് പറയുന്നത്. എന്നാൽ സാഹിത്യത്തിൻ്റെ ലിഖിത രൂപത്തിലേക്ക് ദളിതർ കടന്നു വന്നിട്ട് അധിക കാലമായിട്ടില്ലെന്ന് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ചില സിനിമകളിലെ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഇത് ചില പുതിയ കാല മലയാള സിനിമകളിൽ വരുന്ന നാടൻ പാട്ടുകൾ, അത് മുഴുവൻ ദളിത് പാട്ടാണ്. ആവോ ദാവോരോ മുതലായിട്ടുള്ള പാട്ടുകൾ, ഇതൊക്കെ ദളിത് ഗാനങ്ങളാണ്. ഈ ദളിത് ഗാനങ്ങളെ ഉത്തരാധുനികതയുടെ പുതിയ കാലഘട്ടത്തിൽ അവർ സ്വീകരിക്കുകയും, കാരണം അവർക്ക് പാട്ടുകളിലൂടെ, അതായത് അവർക്ക് എഴുത്തറിയില്ല, ദളിത് വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് എഴുത്തറിയില്ല. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആഹ്ലാദങ്ങളൊക്കെ തന്നെയും പാട്ടുകളുടെ രൂപത്തിലാണ് അവർ കൈമാറിയിരുന്നത് കാണാൻ സാധിക്കും. ഉത്തരാധുനിക കാലം, അതായത് 1970കൾക്ക് ശേഷം വരുന്ന ഉത്തരാധുനികത ദളിത് സാഹിത്യ കൃതികളെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പലതുകളുടെ ചെറുതുകളുടെ ആഘോഷമായിട്ട് ദളിത് സാഹിത്യം മാറുകയും ചെയ്തു. അപ്പോൾ തോന്നും ദളിതർ ഇത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചില ആൾക്കാർക്കും സംശയം തോന്നാം.
പ്രൊഫസർ എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് KR നാരായണന് ശേഷം കേരളത്തിൽ എക്കണോമിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങുന്ന, 1ാം റാങ്ക് വാങ്ങുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. KR നാരായണൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യൻ പ്രസിഡന്റ്. അങ്ങനെ റാങ്ക് വാങ്ങിച്ച ഈ കുഞ്ഞാമൻ പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞാമൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞാമന എല്ലാവരും പാണച്ചെറുക്കൻ എന്ന സമുദായമാണ് പാണച്ചെറുക്കൻ എന്നാണ് വിളിക്കുന്നത്. അവനൊരു 3ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിന് അധ്യാപകൻ വിളിച്ചു പാണച്ചെറുക്ക. അപ്പോൾ കുഞ്ഞാമൻ എന്നെ പാണച്ചെറുക്കൻ എന്ന് വിളിക്കരുത്. അപ്പോൾ അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ നിന്നെന്താണ് വിളിക്കേണ്ടത്? പാണച്ചെറുക്കൻ അല്ലാണ്ട് എനിക്കൊരു പേരുണ്ട്, എൻ്റെ പേര് കുഞ്ഞാമൻ എന്നാണ്. ഓ കുഞ്ഞാമൻ, നീയൊക്കെ വരുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാനല്ലേ എന്ന് മാഷ് ചോദിച്ചു. ശരിയാണ്, ഭക്ഷണം കഴിക്കാൻ കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. കുഞ്ഞാമൻ എന്ത് ചെയ്തു വെച്ചാൽ അന്ന് ഭക്ഷണം കഴിച്ചില്ല. ഉച്ച സമയമാകുന്ന സമയത്ത് അവിടെ മാവുണ്ട്, മാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇരിക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് മാഷ് അവിടെ വന്ന് പറഞ്ഞു, കുഞ്ഞാമ്മ ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമായിട്ടുണ്ടെന്ന് ക്ഷമിക്കണം, നീ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വേണ്ട സാറേ, ഭക്ഷണം വേണ്ട, ഭക്ഷണത്തെക്കാൾ വലുതാണ് എൻ്റെ ആത്മാഭിമാനം എന്ന് പറഞ്ഞു. ഇതേ കുഞ്ഞാമ്മ പറയുന്നുണ്ട്, 1960-കൾക്ക് ശേഷം നടക്കുന്ന കാര്യമാണ്. ഇന്ത്യ സ്വതന്ത്രമായി ഒരു ജനാധിപത്യ രാജ്യമായി, കേരളത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടം അധികാരത്തിൽ വന്നു. ഇതിനൊക്കെ ശേഷം നടക്കുന്ന കാര്യമാണ്. ഒരു ജന്മിയുടെ വീട്ടിലെ കല്യാണം, തൊട്ടപ്പുറത്തെ വീടാണ്, വിളിച്ചു, മുറ്റത്ത് കുഴി കുത്തിയിട്ടാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞാമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ട്, മുറ്റത്ത് കുഴി കുത്തിയിട്ട് ഒരു പട്ടി അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. കുഞ്ഞാമ്മൊന്നും ചെയ്തില്ല. പക്ഷെ പട്ടിയുടെ ഭക്ഷണം കുഞ്ഞാമ്മ തട്ടിയെടുക്കുന്നതെന്ന് കരുതി പട്ടി കുഞ്ഞാമ്മനെ കടിച്ചു മുഖത്തേക്ക്. കുഞ്ഞാമ്മന് ആ പട്ടിയോട് ദേഷ്യമോ സങ്കടമോ ഒന്നും തോന്നില്ല. കാരണം എന്താണ്, വിശപ്പിനേക്കാൾ വലുതല്ല മറ്റൊന്നും അല്ലെന്ന് സത്യം കുഞ്ഞാമ്മന് മനസ്സിലാക്കി. അപ്പം ഇത്ര കൊടിയമായിട്ടുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദളിത് മനുഷ്യരെ കാണാൻ പറ്റും. അക്രമാശി വായിക്കുന്ന സമയത്ത് പശുവിൻ്റെ ചാണകത്തു നിന്ന് വിത്തുകൾ ശേഖരിച്ച് ഭക്ഷിക്കുന്നവരെ കാണാൻ പറ്റും. ചത്ത പശുവിൻ്റെയും കാളയുടെയും തോലുരിഞ്ഞ് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരെ കാണാൻ പറ്റും. എച്ചിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണാൻ പറ്റും. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തുള്ള ജീവിത അനുഭവങ്ങളാണ് ദളിതർ അനുഭവിച്ചത്. ഈ അനുഭവങ്ങളെ കവിതയിലേക്കും കഥയിലേക്കും നോവലിലേക്കും കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആത്മകഥയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ യാതൊരു വെച്ചുകെട്ടലുകളില്ല. അതാണ് ഈ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ദളിത് സാഹിത്യത്തിൻ്റെ പ്രത്യേകത അവിടെ വെച്ചുകെട്ടലുകളില്ല, അമിതമായ കാൽപ്പനിക വർണ്ണനകളില്ല. വൈലോപ്പിള്ളിയുടെ ഒരു കവിത ഉണ്ട്, ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ രാവു താമ്പൂല പ്രിയമേല്ലോ, മഞ്ഞിനാൽ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു, മഞ്ഞിടം നമുക്കും നരചൂടും നമുക്കും ചിരിക്കുക, മാമ്പൂവിൻ നിശ്വാസമേറ്റ ഓർമ്മകൾ മുരളുമ്പോൾ നാം പോകുകല്ലേ ഈ ജീവിത മധുമാസം, 30 കൊല്ലം മുമ്പ് ഞാനും നീയും ഈ മന്ദസ്മിത മുഗ്ധയാ പൊന്നാതിരമാതിയിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ വരികളുണ്ട്. അതൊരു കാൽപ്പനികമായൊരു ജീവിത രീതിയെ കുറിച്ചാണ് പറയുന്നത്. അതേസമയത്ത് ഒരു ദളിതൻ അങ്ങനെ പറയാൻ പറ്റില്ല. എസ് ജോസഫിൻ്റെ ഐഡൻറ്റി കാർഡ് എന്നൊരു കവിത ഉണ്ട്, വളരെ ചെറിയ കവിതയാണ്. ആ കവിതത്തെ വരികൾ ഇങ്ങനെയാണ്: ഞാനും എനിക്ക് പ്രിയപ്പെട്ടൊരു പെൺകുട്ടിയും ഒരുമിച്ച് ഇരുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് ചോറുണ്ടു, ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുമിച്ച് നടന്നു. ഒരു ദിവസം രണ്ടുപേരും ഒരുമിച്ച് സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു, ചൂരക്കറിയും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് ഒരാൾ വിളിച്ചു, ഇവൻ അങ്ങോട്ടേക്ക് പോയി. കവി തന്നെയാണ്. തിരിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടി ചോദിച്ചു, നീ സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചതിൻ്റെ കണക്ക് ഇതിലുണ്ടല്ലോ. അപ്പം അതുവരെ ഇവൻ്റെ ജാതി എന്താണെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കില്ല. പെൺകുട്ടി ഉയർന്ന ജാതിക്കാരിയാണ്, ഇവൻ താഴ്ന്ന ജാതിക്കാരനാണ്. അതെന്ന് പറഞ്ഞാൽ കൊട്ടേഷനിലാണ് പറയുന്നത്, താഴ്ന്ന ജാതിക്കാരനാണ്. ആ പെൺകുട്ടി ഇവൻ്റെ ജാതി മനസ്സിലാക്കി. ഈ ജാതി മനസ്സിലാക്കി ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്ന് പോന്നു. ജാതി മനസ്സിലാക്കി അവിടെ നിന്ന് പോകുന്നു. അപ്പം അതുവരെ ആ പെൺകുട്ടി അവനോട് ഇടപഴകിയത് അവൻ്റെ ജാതി മനസ്സിലാക്കാതെയായിരുന്നു. നിങ്ങൾ പലതരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കാം. അവിടേക്ക് എത്രത്തോളം ജാതീയത ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജാതീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ ദളിതരോടുള്ള ഒരു അവഗണന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. MC റോഡിൻ്റെ ഇരുവശത്തും ഉള്ള തോടിനെ കുറിച്ചിട്ട് എസ് ജോസഫിന് മറ്റൊരു കവിത ഉണ്ട്. അവിടെ ഒരു മീൻകാരൻ മീൻ കഴുകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം അവിടെ മീൻകാരനില്ല, ആ തോടില്ല, അവിടെ ഒരു പഴയ തട്ടുകട ഉണ്ടായിരുന്നു, അതുമില്ല. ഇപ്പോൾ അവിടെ ഒരു ചിക്കൻ കട വന്നിട്ടുണ്ട്. MC റോഡ് ഇരുവശത്തേക്കും വാഹനങ്ങൾ കുതിച്ചുകൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ അപ്രതീക്ഷിതരായ, അതായത് ഈ പറയുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അപ്രതീക്ഷിതരാവുന്ന മനുഷ്യരെയാണ് ദളിത് സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്ലൻ പൊക്കുടൻ്റെ ആത്മകഥ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, കെ കൊച്ചുകമ്പനിയുടെ ദളിത് എന്ന ആത്മകഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും, എതിരെന്ന് പറയുന്ന ആത്മകഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും, ചെങ്ങറ സമരം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഒക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കാൽപ്പനികമായ അംശമില്ല. അപ്പോൾ സാഹിത്യത്തിലേക്ക് ദളിതരായ ജനങ്ങൾ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് സാഹിത്യത്തിൽ കടന്നു വരികയും 70-കളിൽ എഴുത്തിടങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് വിമോചനത്തിനുള്ള ഉപാധിയാണെന്ന് തിരിച്ചറിയുന്ന ഇക്കൂട്ടർ എഴുത്തിനെ ഒരു രാഷ്ട്രീയ ജാഗ്രതയോട് കൂടിയിട്ടാണ് സമീപിച്ചത്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സമ്പന്നമായൊരു സാഹിത്യ ഭൂതകാലം ഇന്ത്യയിലെ ദളിത് ജനത്തിന് അവകാശപ്പെടാനുണ്ടായിരുന്നെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അക്ഷരാഭ്യാസം ലഭിക്കാൻ അവസരമില്ലാതിരുന്നതിനാൽ അവർ എന്ത് ചെയ്തു? അവർ ചരിത്ര രചനയ്ക്ക് വേണ്ട നിലയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അനുഭവങ്ങൾ സാധാരണ സവർണ്ണ മനുഷ്യനെ അപേക്ഷിച്ചിട്ട് അവരെക്കാൾ അനുഭവങ്ങൾ ആർക്കുണ്ട്? ദളിത് മനുഷ്യർക്കുണ്ട്. പക്ഷേ ഇത് എഴുതാനില്ല, എന്തില്ല? ചരിത്രമെല്ലാം ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്? ആരാണ് ചരിത്രം നിർമ്മിക്കുന്നത്? വലിയൊരു ചോദ്യമുണ്ട്. ചരിത്രമെല്ലാം ഇപ്പോഴും ആർക്കാണ് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്? സമൂഹത്തിലെ അധികാരികൾക്ക് വേണ്ടിയാണ് ചരിത്രം നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും പട്ടേലിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരണപ്പെട്ട ഒരുപാട് അതിസാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരെ കുറിച്ച് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? മലബാർ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ മലബാർ കലാപത്തിലുള്ള കലാപം നടത്തിയ ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ മരണപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഇവരുടെ ചരിത്രം അടയാളപ്പെടുത്തി വെക്കാൻ ഇവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദളിതരുടെ ചരിത്രം അടയാളപ്പെടുത്തി വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർക്ക് ചരിത്രം ഉണ്ടായിരുന്നു, പക്ഷെ അത് അടയാളപ്പെടുത്തി വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിൽ സംഘടിതരല്ലാത്തതിനാലും അക്ഷരാഭ്യാസം ലഭിക്കാത്തതിനാലും എഴുത്തിൻ്റെ ചരിത്രത്തിലേക്ക് വേണ്ട നിരത്തിൽ കടന്നു വരാൻ പറ്റാത്ത ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി ആയിക്കൊണ്ടാണ് അപ്പച്ചൻ ഈ കവിത എഴുതുന്നുള്ളത്. അയ്യങ്കാളിയും പൊയ്കയിൽ കുമാരഗുരു തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ, അതുപോലെ അയ്യപ്പൻ മുതലായ നവോത്ഥാന നായകന്മാരുടെ ശ്രമങ്ങൾ കേരളത്തിലെ ദളിത് ജനതയുടെ വിമോചന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദളിത് ജനതയുടെ ജീവിതാവിഷ്കാരവും രാഷ്ട്രീയവുമായിട്ട് ദളിത് സാഹിത്യം വികസിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യകാല മാതൃകകളായിട്ട് KP കറുപ്പൻ്റെയും പൊയ്കയിൽ കുമാരഗുരുവിൻ്റെയും കവിതകൾ നമുക്ക് വീക്ഷിക്കാം. നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള പൊയ്കയിൽ കുമാരഗുരുവിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അദ്ദേഹം പൊയ്കയിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പൊയ്കയിൽ കുമാരഗുരു ശ്രീനാരായണ ഗുരു ആയി കഴിഞ്ഞാലും അയ്യങ്കാളി, വക്കം മൗലവി, വീട്ടി ഭട്ടതിരിപ്പാട്, പൊയ്കയിൽ കുമാരഗുരു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ മഹാത്മാക്കളായിട്ടുള്ള മനുഷ്യരുടെ നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് 1880-കൾക്ക് ശേഷം 1880-കൾക്ക് ശേഷം ഒരു 1940-കൾ 50-കൾ വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ശക്തമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം നടക്കുന്നത് ജാതി വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങൾക്കും അടിമ വിമോചനത്തിനും വേണ്ടിയിട്ടുള്ള സന്ധിയില്ലാത്ത സമരം ചെയ്ത ഒരു വ്യക്തിയാണ് പൊയ്കയിൽ കുമാരഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവിതാംകൂറിൽ അയിത്തം അനുഭവിച്ചിരുന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ഗവൺമെൻറ്റിൻ്റെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അനുമതി വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കും യോഗങ്ങൾക്കും ഇടയിൽ പാടി ഉറപ്പിച്ച പാട്ടുകൾ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവയായിരുന്നു. അക്കൂട്ടത്തിൽ എടുത്തു പറയാം, അദ്ദേഹത്തെ യോഗത്തിൽ പാട്ടിയ പാട്ടാണ്, എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയ പാട്ടല്ല ഇത് അദ്ദേഹം തൻ്റെ യോഗങ്ങളിൽ പാടിയൊരു പാട്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനിച്ച അദ്ദേഹത്തിൻ്റെ വംശത്തെപ്പറ്റി ചരിത്രത്തിൽ കാണുന്നില്ലെന്ന വേദനയാണ് കവി ഈ കവിതയിൽ പങ്കുവെക്കുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദളിത് ജനതയുടെ വിമോചന പോരാട്ടത്തെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. അരികവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചരിത്രത്തെ അന്വേഷിക്കുന്ന ഒരു കവിതയാണ് പൊയ്കയിൽ അപ്പച്ചൻ രചിച്ച കാണുന്നില്ലൊരക്ഷരവും എന്നത്. ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ മുഴുവൻ ജനതയുടെയും ശബ്ദമായി മാറുകയാണ് കവി.
എങ്ങനെയാണ് കവിത തുടങ്ങുന്നത്? കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രങ്ങൾ, എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഈ ഊർവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ. പൊയ്കയിൽ അപ്പച്ചൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ വരികളുടെ തീവ്രമായ ഓർമ്മപ്പെടുത്തൽ നോക്കൂ. തൻ്റെ വംശത്തിൻ്റെ ചരിത്രം കാണപ്പെടാതെ ഇരിക്കുന്നതിന് പ്രശ്നവൽക്കരിക്കുന്നതായിട്ടാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നതെങ്കിലും അതോടൊപ്പം തുടർന്ന് വരുന്ന വരികൾ നോക്കാം. തുടർന്ന് വരുന്ന വരികളിൽ തുടർന്ന് പാടുന്ന 2 വരികൾ ചരിത്രം എഴുതാൻ സാധിക്കാതിരുന്ന ജീവിതസ്ഥിതിയെ അപ്പച്ചൻ വിശദമാക്കുന്നുണ്ട്. എന്താണ്? നാണമില്ല എനിക്ക് സ്വന്തം ജാതികൾക്കുള്ള ബലഹീനതകൾ ഓരോന്നും പറഞ്ഞിടുവാൻ. അപ്പൊ ഇങ്ങനെ പറയുന്നതിലൂടെ അപ്പച്ചൻ എന്താണ് ചെയ്യുന്നത്? സ്വന്തം ജനതയെ പ്രതിക്കൂട്ടി നിർത്തുകയല്ല, മറിച്ച് അടിമത്തം നിർമ്മിച്ചിട്ടുള്ള ബലഹീനതകളെ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? തങ്ങളെപ്പറ്റി എഴുതാൻ ഊർവിയിൽ ആരുമില്ലാതെയാക്കിയത്, തങ്ങളെപ്പറ്റി എഴുതാൻ ഊർവിയിൽ ആരും ഇല്ലാതെയാക്കിയത് എന്താണ്? ഭാഷ നമുക്ക് പഠിക്കാനുള്ള കഴിവില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിൽ അവസരം ഇല്ലാത്തതായിരുന്നു എന്ന് എഴുത്തച്ഛൻ അപ്പച്ചൻ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ചരിത്രത്തിൽ നിന്ന് മൂടപ്പെട്ട ഇല്ലായ്മകളെ ചിത്രീകരിക്കപ്പെട്ട ഭാവി കാലമായിട്ട് സംവദിക്കാനും അനിവാര്യമായ ഒന്നിനെ വീണ്ടെടുക്കാനുമുള്ള മാർഗമെന്നോണം കൂടിയായിട്ടാണ് അപ്പച്ചൻ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നത്. അപ്പം ചരിത്രത്തിൽ പലതും മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. പണ്ടൊരു കവിത ഉണ്ടായിരുന്നു വയലാറിൻ്റെ, ദ്രാവിഡ രാജകുമാരി പറഞ്ഞിട്ട്, വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാൻ താടക. അപ്പോൾ ദ്രാവിഡ രാജകുമാരിയായിട്ടുള്ള താടക കാട്ടിൽ, വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിലുള്ള കാട്ടിൽ പൂന്നുള്ളുവാൻ വന്നിരുന്നു. ഈ പൂന്നുള്ളുവാൻ വന്ന സമയത്ത് അവളുടെ അടുത്തേക്ക്, ആ കാട്ടിലേക്ക് വിശ്വാമിത്രൻ അടക്കമുള്ള തപസ്വിമാരെ ഒരുമിച്ചിട്ട് ശ്രീരാമനും ലക്ഷ്മണനും കടന്നു വരും. അപ്പോൾ ശ്രീരാമനെ കണ്ട സമയത്ത് തന്നെ അവളിൽ പ്രണയം ഉണ്ടായി. തിരിച്ച് ശ്രീരാമനും പ്രണയം ഉണ്ടായി. അങ്ങനെ അർദ്ധരാത്രി ഇവർ രണ്ടുപേരും കാണാൻ പോയി. കാണാൻ വന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ട് സമയമാണ്. പെട്ടെന്ന് ഈ പറഞ്ഞ സന്യാസിമാരെ എഴുന്നേറ്റ് പറഞ്ഞു, വില്ലുകുലയ്ക്കു ശരം തൊടുക്കൂ രാമ, കൊല്ലും നിശാചരി താടകയാണവൾ. നിശാചരി താടകയാണവളൊന്നും കൊല്ലുന്നുണ്ട് അവളെ. അപ്പം അതിൻ്റെ 1000 ധൂമങ്ങൾ കൊണ്ട് നിങ്ങൾ മൂടി വെച്ച് കഴിഞ്ഞാലും ചരിത്രം, അതായത് നിങ്ങൾ എത്രത്തോളം യാഗങ്ങൾ 1000 ഹോമങ്ങൾ കൊണ്ട് നിങ്ങൾ അതിൻ്റെ കറുത്ത പുക കൊണ്ട് എത്രത്തോളം സത്യത്തെ മറച്ചു വെച്ചാലും ഒരു ദിവസം ഈ ചരിത്രത്തെ ചികഞ്ഞെടുത്തുകൊണ്ട് ആര് വരും? എൻ്റെ പിൻതലമുറക്കാർ വരുമെന്ന് അതിനകത്ത് പറയുന്നുണ്ട് കവിതയുടെ അവസാനം. അതുപോലെ തന്നെ ചരിത്രത്തെ നമ്മൾ എത്രത്തോളം മൂടി വെക്കാൻ ശ്രമിച്ചു, നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മനുഷ്യർ ശ്രമിച്ചെങ്കിലും ചരിത്രത്തിൽ മൂടപ്പെട്ട ഇല്ലായ്മകളായി ചിത്രീകരിക്കപ്പെട്ട ഭാവി കാലമായിട്ട് സംബന്ധിക്കാനുള്ള ഒന്നിനെ വീണ്ടെടുക്കാനുള്ള മാർഗം എന്നോണമാണ് അപ്പച്ചൻ ചരിത്രത്തെ വിശകലനം ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് അടിമപൂർവ്വകാലം മുതലുള്ള ഒരു ചരിത്രം അപ്പച്ചൻ തൻ്റെ ജനതയോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? കേരളത്തിൽ പണ്ടേ പാർത്തിരുന്നൊരു ജനം പാരിടത്തിൽ ഹീനരായി ഭവിച്ചൊരു കഥ. അപ്പോൾ സാമൂഹികമായിട്ട് വിച്ഛേദിക്കപ്പെട്ട ഒന്നായിട്ടല്ല അടിമ ജനതയുടെ ചരിത്രത്തെ അപ്പച്ചൻ വിവരിക്കുന്നുള്ളത്, മറിച്ച് ആത്മീയമായും സാമ്പത്തികമായും സാംസ്കാരികവുമായുമുള്ള വിച്ഛേദനത്തെയും ഇതിൻ്റെ ഭാഗമായി അപ്പച്ചൻ വിശദീകരിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ അതിനകത്ത് തന്നെ മറ്റൊരു വരി എങ്ങനെയാണ്? എഴുതപ്പെട്ട എഴുത്തുകൾ എൻ്റേതെന്ന് ഓർത്തുകൊണ്ട് ഇതുവരെ ജീവിച്ചു ഞാൻ. എഴുതപ്പെട്ട വചനത്താൽ പിടിക്കപ്പെട്ടവരെല്ലാം വിടുവിൻ വേഗം, എഴുത്ത് നമുക്കുള്ളതല്ലോ. ഇവിടെ എത്ര ക്രൂരമായിട്ടാണ് തൻ്റെ അനുഭവത്തെ അദ്ദേഹം പറയുന്നത്. ഇത്തരം ഉദ്ബോധനങ്ങളിലൂടെ അപ്പച്ചൻ അതുവരെയുള്ള ചരിത്രധാരണകളെ റദ്ദു ചെയ്തുകൊണ്ട് അടിമത്തത്തിൻ്റെതായ ഒരു ചരിത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അടിമത്ത ആഖ്യാനത്തിലൂടെ അതീശ ശക്തികൾ നിർമ്മിച്ച പ്രതിബിംബങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. എഴുതപ്പെട്ട എഴുത്തുകൾ, ഇവിടെ ഉണ്ടായിപ്പെട്ട എഴുത്തുകളൊക്കെ എൻ്റേതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. പക്ഷേ എഴുതപ്പെട്ട വചനത്താൽ അപ്പോൾ ഇതുവരെ എഴുതപ്പെട്ട വചനങ്ങൾ കൊണ്ട് നമ്മളെല്ലാം നമ്മളതാണെന്ന് കരുതി നിന്നവരോട് വരുന്ന അതൊക്കെ വിട്ടുപോവുക. കാരണം എന്താണ്? എഴുത്ത് നമുക്കുള്ളതല്ലല്ലോ. ഈ എഴുത്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ളതല്ലല്ലോ. പിന്നെ ആർക്കാണ് എഴുത്തുള്ളത്? എഴുത്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ളതല്ലല്ലോ എന്ന് അപ്പച്ചൻ പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം നടത്താത്തവരാണ്, നമുക്ക് എഴുത്തില്ല എന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. അപ്പച്ചൻ്റെ മറ്റൊരു പാട്ടിൽ പറയുന്നത്, രാജാക്കന്മാർ വന്ന് സിംഹാസനം വിട്ട് താണിരിപ്പാനുള്ള പന്തിയത്.
5 വൻകരകളിലെ അടിമ സന്തതികൾക്ക് ഓടി വരാനുള്ള പന്തയാണ് ഇതെന്നാണ്. അതായത് തിരുവിതാംകൂറിലെ അടിമത്തത്തെ കുറിച്ചിട്ടാണ്. തിരുവിതാംകൂറിലെ അടിമത്തത്തെ കുറിച്ചാണ് അതിൽ പറയുന്നുള്ളത്. തിരുവിതാംകൂറിലെ അടിമത്തത്തിൽ ഊന്നിക്കൊണ്ട് കേൾവിക്കാരുടെ മനസ്സിൽ വികസിതമായ ഒരു മെൻ്റൽ ജോഗ്രഫി അപ്പച്ച നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെയാണ് തിരുവിതാംകൂറിലെ ജാതിയെയും അടിമത്തത്തെയും പ്രശ്നവൽക്കരിക്കുന്നതിനും ഒപ്പം നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഇവിടെ അല്ലേ പല ദേശങ്ങളിലുള്ള 5 വൻകരകളിലുള്ള മനുഷ്യന്മാരെന്ത് ചെയ്യുന്നുണ്ട്, തിരുവിതാംകൂർ കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. രാജാക്കന്മാർ സിംഹാസനം വിട്ടു വന്നിട്ട് താണിരിപ്പാനുള്ള പന്തി എന്തിനാണ് താണിരിക്കുന്നത്, എന്തിനാണ് ഈ അടിമകളെ വാങ്ങാൻ വേണ്ടി, ഈ പറഞ്ഞ ദളിത് മനുഷ്യരെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അടിമ കച്ചവടത്തെ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കവിതയിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞാൽ അനേകം വംശങ്ങളുടെ ചരിത്രത്തിനിടയിൽ എങ്ങനെയാണ് തങ്ങൾ അപ്രസക്തരായതെന്ന് അന്വേഷിക്കുന്ന കവിയെ കാണാൻ പറ്റും. തങ്ങളുടെ ജനതയുടെ ചരിത്രം ആലേഖനം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേകം വംശത്തിന് ചരിത്രങ്ങൾ, ഉറിവിൽ ഒരുവരുമില്ലാതെ പോയല്ലോ, എന്താണ് എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതുവാനെന്നാണ് കവി ചോദിക്കുന്നത്. കവിത പറയുക എങ്ങനെയാണ്, അനേക വംശങ്ങളുടെ ചരിത്രങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ വംശത്തെപ്പറ്റി ഒരു അക്ഷരവും ഞാൻ ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അപ്പോൾ ജാതി നിർമ്മിതമായ സാമൂഹിക അധികാര ഘടനയ്ക്കുള്ളിൽ തഴയപ്പെട്ട ജനതയുടെ ശബ്ദമാണ് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത്. എഴുതപ്പെട്ട അനേക വംശങ്ങളുടെ ചരിത്രം എനിക്ക് ചുറ്റിലും ഞാൻ കാണുന്നുണ്ട്. അതിൽ എൻ്റെ ജനതയുടെ ചരിത്രം എവിടെയെന്ന് കവി അന്വേഷിക്കുകയാണ്. ഒരക്ഷരം പോലും എൻ്റെ വംശത്തിൻ്റെ ചരിത്രമായി കാണുന്നില്ല എന്ന് കവി പറയുമ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ അടിത്തട്ടുകളിലേക്ക് വായനക്കാരുടെ ആലോചനകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ സാഹിത്യം, ചരിത്രം മുതലായിട്ടുള്ള വ്യവഹാരങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന അധികാര ചരിത്രത്തെ കവിത പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അനേക വംശങ്ങളുടെ ചരിത്രങ്ങൾ കാണുന്നു എന്ന് കവി പറയുമ്പോൾ അധികാരത്തിൻ്റെ അടിത്തട്ടിൽ പോലും ഇടമില്ലാതിരുന്ന ജനതയുടെ പ്രതിനിധിയാണ് താനെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അനേക വംശങ്ങളുടെ ചരിത്രങ്ങൾ കാണുന്നു എന്ന് കവി പറയുമ്പോൾ അധികാരത്തിൻ്റെ അടിത്തട്ടിൽ പോലും ഇടമില്ലാതെ, ഏറ്റവും താഴെത്തട്ടിൽ പോലും ഇടമില്ലാതിരുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് താനെന്ന സൂചനയാണ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ എല്ലാ ജനതയുടെയും ശബ്ദമായിട്ടാണ് ഇവിടെ കവിതകൾ ഉച്ചരിക്കുന്നത്, അല്ലേ? അക്ഷരങ്ങളുടെ അധികാരമായിരുന്നു, അക്ഷരങ്ങളുടെ അധികാരം കയ്യിലുള്ളവരായിരുന്നു മറ്റധികാരവും കയ്യിലുണ്ടായിരുന്നത്. കാരണം അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ അക്ഷരങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ അക്ഷരങ്ങൾ അഭ്യസിച്ചവനെന്ന ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവർ ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിലോ അവിടെ അക്ഷരങ്ങൾ നിഷേധിക്കേണ്ടതുണ്ട്. അപ്പോൾ അക്ഷരങ്ങളിലൂടെ കൈമാറി വന്നിട്ടുള്ള സാംസ്കാരിക മൂലധനം സമൂഹത്തിൻ്റെ അധികാര കേന്ദ്രമായി മാറിയതുമായ സൂചനകൾ നമുക്ക് ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വരികളിൽ എന്താണ് പറയുന്നത്? പിന്നീട് വരികളിൽ എൻ്റെ വംശത്തിൽ കഥ എഴുതി വച്ചിടുവാൻ ഊർവിൽ ഒരു മരിയുമില്ലാതെ പോയിട്ടല്ലോ, ചേർത്തിട്ട് സ്വന്തം രാഗത്ത് ചിലതല്ല. അപ്പോൾ കവി സങ്കടത്തോടു കൂടി പറയാണ്, എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതി വയ്ക്കുവാൻ പണ്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അക്കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഖേദമുണ്ട്, സങ്കടമുണ്ട്. അതുകൊണ്ട് സ്വന്തമായ രാഗത്തിൽ ഞാൻ അവയിൽ ചിലതെല്ലാം ചേർത്തിടട്ടെ എന്നാണ് കവി ചോദിക്കുന്നത്. സ്വന്തമായ രാഗത്തിൽ ഞാൻ അവയിൽ ചിലതെല്ലാം ചേർത്തിടട്ടെ എന്നാണ് കവി ചോദിക്കുന്നത്. എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതി വയ്ക്കുവാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കവി പറയുന്നതിലൂടെ അക്ഷരാഭ്യാസമില്ലാതിരുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ് താനെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എഴുത്തും അധികാരവും ചില സവിശേഷ വംശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നതിനാൽ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചരിത്രം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. കാരണം അടയാളപ്പെടുത്താൻ ആര് വേണം? അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതത്തെ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ആര് വേണം? അവർ തന്നെ വേണം, അല്ലേ? മറ്റൊരു വംശത്തിൽപ്പെട്ടവരെ കുറിച്ച് അടയാളപ്പെടുത്തുമോ? ഇല്ല. ഞാൻ എൻ്റെ ചരിത്രം മാത്രം അടയാളപ്പെടുത്താൻ നിൽക്കൂ? ഞാൻ മറ്റൊരാളുടെ ചരിത്രത്തെ, കാരണം എന്താണ്, നാളെ അല്ല, ചരിത്രം എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നിടത്തുണ്ട്. പുതിയ കാലത്ത് കൽപ്പിത ചരിത്രങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചരിത്ര പുസ്തകം നോക്കുന്ന സമയത്ത്, ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം നോക്കുന്ന സമയത്ത്, ഒരു 500 വർഷം മുമ്പ് ഉള്ള ഒരു വിൽപ്പത്രത്തെക്കുറിച്ച്, ഒരു കപടമായ വിൽപ്പത്രം രൂപപ്പെടുത്തിയത് കണ്ടു. ആ വിൽപ്പത്രത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഒരു രാജാവിൻ്റെ വിൽപ്പത്രമാണ്, അന്ന് അത്തരം വിൽപ്പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യർ, ഇന്ത്യയിൽ എന്ന പദം എപ്പോഴാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അത് ആ രാജാവ് ഒരിക്കലും ഇന്ത്യൻ എന്ന പദം ഉപയോഗിക്കൂല. അന്ന് ഹിന്ദുസ്ഥാൻ എന്നോ ഭാരതമെന്നോ അഖണ്ഡ ഭാരതമെന്നോ ഇത്തരം പദങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കില്ല.
കുറേ വർഷം 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇതാണ്. അപ്പം ഇത്തരത്തിൽ കൽപ്പിത ചരിത്രങ്ങൾ പുതിയ കാലത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതങ്ങൾ അവരുടെ ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. അതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് കവി സ്വന്തം വംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചിലതെല്ലാം താൻ രേഖപ്പെടുത്താൻ തുനിയുകയാണെന്ന് പറയുന്നു. കേരളത്തിലെ ദളിത് ജനതയുടെ ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കും ചിത്രത്തിലേക്കും കടന്നു ചെല്ലുന്ന വരികളാണിവ. ബൃഹത്തായ ചരിത്രഘട്ടങ്ങളുടെ അവകാശങ്ങളില്ലാതിരുന്നിട്ട് പോലും ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ വംശത്തെ കവി കണ്ടെടുക്കപ്പെട്ടതാണ്. അതായത് ദളിത് മനുഷ്യരെ സംബന്ധിച്ചോളം ബൃഹത്തായ ചരിത്രഘട്ടങ്ങളില്ല എന്ന് പറയുമ്പോഴും അവർക്ക് ബൃഹത്തായ ചരിത്രഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടൻ പാട്ടുകൾ ശ്രദ്ധിക്കാം അല്ലേ. നമ്മളൊരു പഴയൊരു പാട്ടുണ്ട്, എന്താണ് പാലവും എന്നൊരു പാട്ടുണ്ട്. പാലക്കാട് ഭാഗത്തൊക്കെ പാലം പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബണ്ട് നമ്മൾ ചിറ കെട്ടുന്ന സമയത്ത് ജീവനോടെ ദളിത് മനുഷ്യരെ അതിലേക്ക് പിടിച്ചിടും, ചിറ അടക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ തെയ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്ത് തെയ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ചിറയിലേക്ക് പിടിച്ചിടപ്പെട്ട സ്ത്രീകൾ. പാലക്കാട് ഭാഗത്തൊക്കെ ജീവനോടെ കുഴിയിലേക്ക് ഇടും. ഇത് നമ്മൾ പാലം പണി സമയത്ത് പാലം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ വിശ്വാസങ്ങൾ, ഇവരുടെ ആചാരങ്ങൾ, ഇവരുടെ അനുഷ്ഠാനങ്ങളെയൊക്കെ എങ്ങനെയാണ് കയ്യേറ്റം ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അവരുടെ അറിവുകൾ ശേഖരിച്ചത്, ആരാണ് വയനാട് ചുരം കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അല്ലേ? നമ്മൾ ഏതൊരു ബ്രിട്ടീഷുകാരൻ്റെ പേരിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ ചുരം ആരാണ് കാണിച്ചു കൊടുത്തത്? ആ കാണിച്ചു കൊടുത്ത വ്യക്തിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇവിടെയാണ് ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെട്ട് നിർമ്മിക്കുന്നത് പറയുന്നത്. അപ്പോൾ ചരിത്രത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു പ്രവർത്തനം മാത്രമല്ല, അതൊരു അധികാരം ഉറപ്പിക്കൽ കൂടിയാണ്. അത് ആത്മാഭിമാനത്തെ വീണ്ടെടുക്കുകയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം കവി കേരളത്തിലെ ദളിത് ജനതയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. തുടർന്ന് വരുന്ന വരികൾ എങ്ങനെയാണ്? കേരളത്തിൽ പണ്ടേ പാർത്തിരുന്നവർ എന്ന് പറഞ്ഞ വരികളാണ്. കേരളത്തിൽ പണ്ട് മുതലൊക്കെ വസിച്ചിരുന്ന ജനങ്ങൾ ലോകത്തിന് മുന്നിൽ ഹീനരായി മാറിയ കഥ താൻ പറയാൻ പോവുകയാണെന്നാണ് പിന്നീടുള്ള വരികളിൽ കവി പറയുന്നത്. എന്താണ്? അവർ കേരളത്തിൽ പണ്ടേ പാർത്തിരുന്നൊരു ജനം പാരിടത്തിൽ ഹീനരായി ഭവിച്ചൊരു കഥ ഓരോന്നും പറഞ്ഞിടുവാനെന്നാണ് പിന്നീട് വരികൾ പറയുന്നത്. എന്താണ്? കേരളത്തിൽ പണ്ട് വസിച്ചിരുന്ന ജനങ്ങൾ ലോകത്തിന് മുമ്പിൽ ഹീനരായിട്ട് മാറിയ കഥയാണ് താൻ പറയാൻ പോകുന്നതെന്നാണ് കവി പറയുന്നത്. സ്വന്തം ജാതികൾക്കുള്ള ബലഹീനതകൾ ഓരോന്നായി പറയാൻ തനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല എന്ന് കേന്ദ്രാശി ഇതിൽ കാണാൻ പറ്റും. കേരളത്തിൽ പണ്ട് മുതൽക്കേ വസിച്ചിരുന്നവരാണ് തങ്ങളുടെ ജനത. അപ്പോൾ അത്രയും പഴക്കമുണ്ട് തങ്ങളുടെ ജനതയ്ക്ക്, അത്രത്തോളം പഴക്കമുണ്ട്. അവർ പഴയ കാലം മുതൽ ജീവിച്ചിരുന്നവരാണ്. എന്നിട്ടും അവരുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു വരി പോലും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അവർ ലോകത്തിന് മുമ്പിൽ ഹീനരായി മാറിയ ഒരു ചരിത്രമാണ് കവിക്ക് പറയാനുള്ളത് അല്ലേ. അവരെ സംബന്ധിച്ചോളം അവർ ലോകത്തിന് മുമ്പിൽ ഹീനരാണ്, അവരുടെ ചരിത്രം അടയാളപ്പെടുത്താൻ രസമില്ലാത്തവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ചരിത്രത്തെയാണ് കവി പറയുന്നത്. സ്വന്തം ജാതികൾക്കുള്ളിലുള്ള ബലഹീനതകൾ തുറന്നു പറയുന്നതിൽ നാണക്കേടൊന്നും തനിക്ക് തോന്നുന്നില്ല എന്ന് കവി പറയുന്നതിലൂടെ ജാതി എന്നത് വിമർശനാതീതമായ ആശയധാരയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തം അല്ലേ. സ്വന്തം ജാതിക്കകത്തുള്ള ബലഹീനതകൾ ഞാൻ പറയാമെന്ന് പറയുന്നതിലൂടെ എന്താണ് മനസ്സിലാവുന്നത്? ജാതി എന്ന് പറയുന്നത് വിമർശനാതീതമാണ്, വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നല്ല എന്നാൽ അത് ആശയം ഞാൻ പുലർത്തുന്നില്ല എന്നൊരു അർത്ഥമാണ് ഇവിടെ കാണുന്നത്. ജാതിയെയും വിമർശിക്കണം. വിമർശത്തിന് അതീതമായ എന്തല്ല ആശയധാരയാണെന്ന് കവി വിശ്വസിക്കുന്നില്ല. അപ്പം മതവും ജാതിയും അഭിമാനമായി കാണുന്നവരും അപമാനമായി കാണുന്നവരുമാണ് അവരടങ്ങുന്നതാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന അധികാര ബന്ധങ്ങളെയാണ് കവി പ്രശ്നവൽക്കരിക്കുന്നത് ഈ കവിതയിലൂടെ. പിന്നീട് ദൈവത്തിനോടാണ് ചോദിക്കുന്നതാണ് ഊർവിയിൽ ശപിക്കപ്പെട്ട സന്തതി എന്ന് നിത്യം പഴിച്ചിടുവാൻ എല്ലാവരെയും സൃഷ്ടിച്ച ഉരച്ചയിൽ അനുവദിച്ചിടുവതെങ്ങനെ? ദൈവത്തോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഊർവി പറഞ്ഞാൽ ഭൂമിയാണ്. ഞങ്ങൾ ഭൂമിയിൽ ശപിക്കപ്പെട്ട സന്തതികളാണെന്ന് എല്ലാവരും നിത്യം കുറ്റപ്പെടുത്തുകയാണ്. സർവരെയും സൃഷ്ടിച്ച ദൈവത്തിന് യാതൊരു കൂസലുമില്ലാതെ ഭൂമിയും ആകാശവും അവസാനിക്കുന്ന കാലത്തോളം ഞങ്ങളെ പഴിച്ചിടുവാൻ വേണ്ടിയിട്ട് സർവരെയും അനുവദിക്കുന്നത് എങ്ങനെയെന്നാണ് കവി ചോദിക്കുന്നത്. എന്താണ്? ജൈവവും അജൈവവുമായിട്ടുള്ള സകലതിനെയും സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. എന്നാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാന യുക്തി അല്ലേ. എല്ലാ മതങ്ങളുടെ അടിസ്ഥാന യുക്തി എന്നത് എല്ലാവരെയും സൃഷ്ടിച്ചത്, ജൈവവും അജൈവവുമായിട്ടുള്ള സകലതിനെയും സൃഷ്ടിച്ചത് ദൈവമാണ് എല്ലാ മതങ്ങളുടെ. എന്നാൽ മതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന അധികാരത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല.
അല്ലെ? ഓരോ മതത്തിനോടും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു മതമായി കഴിഞ്ഞാലും, ക്രിസ്തു മതമായി കഴിഞ്ഞാലും, ഇസ്ലാം മതമായി കഴിഞ്ഞാലും, സിഖ് മതമായി കഴിഞ്ഞാലും, ഏത് മതമായി കഴിഞ്ഞാലും മതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അധികാരത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ ഭൂമിയിൽ ശപിക്കപ്പെട്ട സന്തതികളാണെന്ന് എല്ലാവരും നിത്യം കുറ്റപ്പെടുത്തുകയാണ്. സർവ്വരെയും സൃഷ്ടിച്ച ദൈവത്തിന് യാതൊരു കൂസലുമില്ലാതെ ഭൂമി ആകാശം അവസാനിക്കുന്ന കാലത്തോളം എങ്ങനെയാണ് ഞങ്ങളാ ഇങ്ങനെ ഹീനരായിട്ട് മുദ്ര കുത്താൻ മറ്റുള്ളവർക്ക് അനുവാദം കൊടുക്കുന്നത്? കാരണം ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. മറ്റേ പൊട്ടത്തയ്യത്തിൻ്റെ തോറ്റത്തിൽ ചോദിക്കുന്നുണ്ട്. പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ ശങ്കരാചാര്യൻ നടന്നു വരുന്ന വഴിക്ക് പൊട്ടനെ കാണുന്നു. വഴി മാറണം പിന്നെ കള്ളപ്പുലയാ. അപ്പോൾ ഒരാൾക്ക് നടന്നുകൊണ്ട് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ പുലയനോട് നീ ഇത്രത്തോളം അയിത്തം പാലിച്ചിരിക്കണ്ടേ? നീ അയിത്തം പാലിച്ചിരിക്കാത്തെ? അയിത്തം പാലിച്ചിരിക്കട്ടെ പറയുമ്പോൾ അപ്പോൾ ശങ്കരാചാര്യ ആണെങ്കിൽ ഇവിടുന്ന് ശങ്കര പീഠം, ഈ പറഞ്ഞ പീഠം കയറി വരുന്നതാണ്. അറിവിൻ്റെ ഏറ്റവും വലിയ സർവജ്ഞ പീഠം കയറിയിട്ടാണ് ശങ്കരാചാര്യ വരുന്നത്, എല്ലാം തികഞ്ഞവനായിട്ട്. അപ്പോൾ പുലയൻ ചോദിച്ചു, പിന്നെ ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്? പിന്നെ നീ തിരിഞ്ഞാൽ നിന്നെ അങ്ങ് ഇതാക്കും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു ഒക്കെ ഇല്ല ആള്. അപ്പോൾ പുലയൻ ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് തമ്പ്രാ തിരിയേണ്ടത്, അത് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞു പിന്നെ തിരിഞ്ഞു പോകണം, അങ്ങനെ ഇങ്ങനെ പലതരത്തിൽ ചർച്ചകൾ അവിടെ നടത്തും. ആ സമയത്താണ് പൊട്ടൻ ചോദിക്കുന്നത്, ഞങ്ങളെ കൊത്തിയാലും ചോര ഒന്നല്ലേ? നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര? ഞങ്ങളെ തോട്ടത്തിലുണ്ടാക്കിയ വാഴപ്പഴമല്ലേ നിങ്ങളെ ദൈവത്തിന് അർപ്പിക്കുന്നത്? ഞങ്ങളെ തോട്ടത്തിലുണ്ടാക്കിയ വാഴപ്പഴമാണ് നിങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കുന്നത്. അതുപോലെ ഞങ്ങൾ നെയ്തെടുത്ത നെല്ലാണ് നിങ്ങളെ ആർക്ക്? ദേവന് പിന്നെ ഭക്ഷണമായിട്ട് നൽകുന്നത്. പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് അയിത്തം? അത് പറയും, ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് അയിത്തം എന്ന് ചോദിക്കുന്നു. അപ്പം അതുവരെ എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞവനാണെന്ന് പറയുന്ന ശങ്കരാചാര്യർക്ക് സംശയമായി, എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ആകെ വല്ലാത്ത അതിശയായിപ്പോയി. കാരണം ഇത്തരം ഒരാൾ ശങ്കരാചാര്യ ചോദ്യം ചെയ്യുന്നു ശങ്കരാചാര്യ വിചാരിച്ചിട്ടാ. കാരണം ചോദ്യങ്ങളെല്ലാം വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവസാനം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഞങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, പിന്നെ ചോറ് കൊലം പിശക്കുന്നേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇവർക്ക് എന്തായി? ആചാര്യ ഭയങ്കര നാണക്കേടായി. ഈ പറഞ്ഞ പുലയനോ തിരി കള്ളപ്പുലയാ, വഴിതിരി കള്ളപ്പുലയാ എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് വാക്കുകളെ തന്നെ കീഴടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ മറുപടി കൊടുക്കുന്നത്, അല്ലേ? ഏഴെന്ന് കരുതിയിട്ടാണ് പിന്നെ ആരോട് ചർച്ച ചെയ്യാൻ പോകുന്നത്? പിന്നെ ഈ പറഞ്ഞ പുലയനോട് അല്ലെങ്കിൽ പൊട്ടനോട് ശങ്കരാചാര്യ തർക്കം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഞങ്ങൾക്കും നിങ്ങൾക്കും ചോര പോലെ കണ്ണും മൂക്കോ തലയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ ഉണ്ടായത്? ഞങ്ങൾ മനുഷ്യജാതി തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല ഇതില്ലേ, ഒരു വിദ്യയുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? അപ്പോൾ അവരോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, ശങ്കരാചാര്യോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെ കുപ്പയിൽ കൊത്തിയ തൃത്തപ്പൂവല്ലേ നിങ്ങൾ ദൈവത്തിന് പൂജക്ക് മാലക്ക് ചാർത്തുന്നത്? ഞങ്ങളെ കൂപ്പയിലുണ്ടായ വാഴപ്പഴമല്ലേ നിങ്ങളെ തേവർക്ക് പൂജക്ക് വെക്കുന്നത്? അല്ലെ, ഞാനും നിങ്ങളും തേങ്ങ ഉടച്ചാലും ഒരേ വെള്ളം തന്നെയല്ലേ കിട്ടുന്നത്? നിങ്ങൾ തോണിയിൽ വയലോട്ട് തുഴഞ്ഞാലല്ലേ മുന്നോട്ട് വായുന്നല്ലേ? തോണി പറകിലോട്ട് തുഴഞ്ഞാലല്ലേ മുന്നിലോട്ട് പോകും. അതിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ തോണി ഞങ്ങൾ പറകിലോട്ട് പോകും, അല്ലേ? ഒരേ രീതിക്ക് തുഴയണ്ടേ? പിന്നെ എന്തിനാണ് ചൊവ്വറെ കൊലം വിശക്കുന്നത്? അല്ലേ, തീണ്ടിക്കൊണ്ടല്ലേ ചൊവ്വറെ കൊലം വിശക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മേലത്തല്ലേ ഉത്സവം കൂടുന്നത്, ഞങ്ങളെ മന്നത്ത് ഉത്സവം കൂടുന്നു. നിങ്ങൾ മുകളിലോട്ട് ഉരുളി കമത്തുന്നു, ഞങ്ങൾ പന്നത്തെ പാള കമത്തുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്ത് ഭേദമാണുള്ളത്? ഈ ഉത്തരങ്ങളില്ല. ആ ഉത്തരങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ട് അവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ കൊല്ലുന്നു. ആര്? ഈ പറഞ്ഞ പൊട്ടനാ തീയിലേക്കിട്ട് കൊല്ലുകയാണ്. അപ്പം ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കരുത്ത് എന്ത് നൽകി? പൊട്ടനാന്ന് അറിവുണ്ടായിരുന്നു, അറിവുള്ളത് കൊണ്ടാണ് ചോദ്യം ചെയ്യാൻ പറ്റിയത്. അപ്പം ലോകത്തിലെ സർവ്വതിനെയും സൃഷ്ടിച്ച ദൈവം ഭൂമിയും ആകാശവും അവസാനിക്കുന്ന കാലത്തോളം
ഞങ്ങളെ പഴിക്കാൻ എങ്ങനെയാണ് മറ്റുള്ളവർ അനുവദിച്ചതെന്നുള്ള ചോദ്യമാണ് ഇവിടെ കവി ഉയർത്തുന്നുള്ളത്. സൃഷ്ടികർത്താവായ ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യരെ വേർതിരിച്ച് നിർത്താൻ കഴിയുന്നത്? അതേ ചോദ്യമാണ് പൊട്ടൻ ദൈവം ചോദിക്കുന്നത്. ആരോട്? ശങ്കരാചാര്യരോട്. സർവജ്ഞ പീഠം കയറിയ എല്ലാ അജ്ഞതയും മാറിക്കടന്ന ഈ പറഞ്ഞ ശങ്കരാചാര്യരോട് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. എങ്ങനെയാണ് മനുഷ്യരെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം ഒന്നല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഇനി പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ദളിത് കവിതയുടെ പൊതു സ്വഭാവങ്ങളാണ്. എന്താണ്? ലളിതമായ ഭാഷ, താളാത്മകത. ലളിതമായ ഭാഷ, താളാത്മകത കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ദളിത് കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് അത്. ഈ ലളിതമായ ഭാഷയും താളാത്മകതയും പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഗാനാത്മകമായ ശൈലിയിലാണ് ഉള്ള രചനാതന്ത്രമാണ് കവി പിന്തുടരുന്നതെന്ന് കൂടി കാണാൻ സാധിക്കും. സാധാരണ ജനങ്ങളോട് സംബന്ധിക്കുന്ന ഭാഷാശൈലിയും വിഷയഗൗരവവും ചോർന്നു പോകാതെയുള്ള അവതരണവും കവിതയെ ഹൃദ്യവും ഗഹനവുമാക്കുന്നുണ്ട്. വിപ്ലവാത്മകവും ധ്വന്യാത്മകവുമാണ് ഈ കവിതയുടെ മറ്റ് സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ കവി കാണുന്നില്ല അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി എന്ന് പറയുമ്പോൾ അത് അരികവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ മുഴുവൻ ജനതയുടെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെ ശബ്ദമായിട്ട് മാറുന്നുണ്ട്. കേരളത്തിൽ പണ്ടേ പാർത്തിരുന്നൊരു ജനം എന്ന് എഴുതുന്ന സമയത്ത് കവിതയ്ക്ക് അതിൻ്റെ പ്രാദേശിക തലം, അതായത് കേരളമാവുന്ന ഒരു പ്രാദേശിക തലത്തെ കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിലേക്കുള്ള ആഴമുള്ള നോട്ടമാണ് കവിതയുടെ സവിശേഷ ഇതിവൃത്തം എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ വരികളിൽ ആശയ തീവ്രതയോടെ ആലേഖനം ചെയ്ത വരികൾ കവിയുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെ, കവി ആർജിച്ചെടുത്ത ജീവിത ചിന്തയുടെയും ഭാഗമാണെന്ന് കൂടി കാണാൻ പറ്റും. അപ്പോൾ പുതിയ കാലത്ത് അപ്പച്ചൻ്റെ വരികളും അപ്പച്ചനും വളരെ പ്രസക്തിയേറി വരികയാണ്. കാരണം സാംസ്കാരിക മൂലധനമില്ലാത്ത ജനതയുടെ ചരിത്രത്തിലേക്ക് കവിത സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന അധികാര ബന്ധങ്ങളെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പുതിയ കാലത്ത് എങ്ങനെയാണ് ദളിത് മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് കൂടി നമ്മൾ നോക്കണം. അവരിന്നും മതപരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ടോ? എങ്കിലും എന്തുകൊണ്ടാണ് മതപരിവർത്തനത്തിന് വിധേയമാകുന്നത്? തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഏകദേശം 150-ലധികം ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. കേരളത്തിൽ കാസർഗോഡ് അടങ്ങുന്ന പല ജില്ലകളിലും നിരന്തരം ഓരോ വർഷവും ബുദ്ധമതത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ മതപരിവർത്തനത്തിന് വിധേയമാകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദളിത് മനുഷ്യരെ അനുഭവിക്കുന്ന അവസ്ഥയിൽ ഇന്നും കാര്യമായ മാറ്റങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. ഭരണഘടനാപരമായിട്ട് പല അവകാശങ്ങളും നൽകപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിയമങ്ങളുണ്ടെങ്കിലും സംവരണം നൽകപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും പൂർണ്ണമായിട്ട് ദളിത് മനുഷ്യർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ കവിതയിൽ പറയാനുള്ളത്. നന്ദി.